നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ലൈവ് പോകുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്ത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഇന്ന് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇന്ന് രാവിലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇതിൻ്റെ ഫുള്ള് PDF ഞാൻ അയച്ചിട്ടുണ്ട്. സോ നമുക്കിത് ബാക്കി ഇന്ന് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പം ഇതിൻ്റെ ഉത്തരം, അതായത് അപ്പം ദ നേച്ചർ ഓഫ് ആർമേച്ചർ വൈൻഡിങ് ഓഫ് എ DC മെഷീൻ ഇസ് ഡിസൈഡഡ് ബൈ ഫ്രണ്ട് പിച്ചും അല്ല ബാക്ക് പിച്ചും അല്ല കമ്മ്യൂട്ടറുടെ പിച്ചാണ് അതിൻ്റെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ. അപ്പോൾ കമ്മ്യൂട്ടറുടെ പിച്ചാണ് ഈ പറയുന്ന ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇതിനാണ് ഈ പറയുന്ന നമ്മുടെ നമ്മുടെ ആർമേച്ചർ വൈൻഡിങ് ഓഫ് DC മെഷീൻ. ആർമേച്ചർ വൈൻഡിങ് DC മെഷീൻ ഈസ് ഡിസൈഡഡ് ബൈ കമ്മ്യൂട്ടർ പിച്ചാണ്. കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ കമ്മ്യൂട്ടറുടെ പിച്ചാണ് കോയിലിന്റെ ഗ്രൂപ്പിങ്ങിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് കോയിൽസ് സീരീസ് ആയിട്ടോ പാരലായിട്ടോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഗ്രൂപ്പിംഗ് ഓഫ് കോയിൽസ് അത് സീരീസ് വേണോ പാരൽ വേണോ എന്നൊക്കെ ആരെ ഡിസൈഡ് ചെയ്യുന്നത്? കമ്മ്യൂട്ടർ പിച്ചാണ്. അതായത് നമ്മൾ വേറൊരു രീതി പറയുകയാണെങ്കിൽ കമ്മ്യൂട്ടർ പിച്ചാണ് എത്രമാത്രം പാരലൽ പാത്ത് വേണം, അതുപോലെ ആ ഓരോ പാരലൽ പാത്തിലും എത്ര കോയിൽസ് വേണം സീരീസ് ആയിട്ട്, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നതാണ് കമ്മ്യൂട്ടർ പിച്ചാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നേച്ചർ ഓഫ് വൈൻഡിങ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ കമ്മ്യൂട്ടർ പിച്ചാണ്. അപ്പൊ കമ്മ്യൂട്ടർ പിച്ചാണ് ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത 8 പോൾ ഡ്യൂപ്ലക്സ് ലാബ് വൈൻഡിങ് വിൽ ഹാവ് പാരലൽ പാത്ത്. അതായത് 8 പോള് ഡ്യൂപ്ലക്സ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, 8 പോള് ഡ്യൂപ്ലക്സ് ലാബ് വൈൻഡിങ്ങിൽ എത്ര എത്ര പാരലൽ പാത്ത് ഉണ്ടെന്നാണ് ചോദ്യം, ഇല്ലേ? അപ്പം ഈ 8 ഇപ്പം ഈ പി എന്ന് പറയുന്ന നമ്പർ ഓഫ് പോൾസ് ഇരിക്കട്ടെ. അപ്പം N എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് പറയാം പാരലൽ പാത്ത് എന്ന് പറയുന്നത് NP ആയിരിക്കും. N എന്ന് പറയുന്നത് ആ ഡ്യൂപ്ലക്സ് ആണോ ത്രിപ്ലക്സ് ആണോ അത് ഡിപ്പെൻഡ് ചെയ്യും. ഡ്യൂപ്ലക്സ് എന്ന് വെച്ചാൽ N2 ആയിരിക്കും, ട്രിപ്ലക്സ് എന്ന് വെച്ചാൽ N3 ആയിരിക്കും. അപ്പൊ അതിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് P × N ആണെന്ന് ഓർത്തിരിക്കുക. അതായത് ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ പാരലൽ പാത്തിന്റെ ഇക്വേഷൻ വെച്ചാൽ NP ആണ്. NP N എന്ന് പറയുന്നത് അത് സിംഗിൾ ആണെങ്കിൽ N = 1 ആയിരിക്കും. അപ്പൊ N = 1 ആവാം, 2 ആവാം, 3 ആവാം. അപ്പൊ ഡ്യൂപ്ലക്സ് ആയതുകൊണ്ട് N എന്തായിരിക്കും? 2 ആയിരിക്കും. സോ നമ്പർ ഓഫ് പാരലൽ പാത്ത് A = NP. NP ആകുമ്പോൾ 8 × 2 that is equal to 16. ആൻസർ will be D. ഓക്കെ, അത് ഓർത്തിരിക്കുക. NP എന്ന് പറയുന്നതാണ് പാരലൽ പാത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ട്രിപ്ലക്സ് വേവ് വൈൻഡിങ് will have dash parallel path. ട്രിപ്ലക്സ് വേവ് വൈൻഡിങ് will have dash parallel path. മുമ്പ് ഡ്യൂപ്ലക്സ് ആയിരുന്നു, ഇപ്പോൾ ട്രിപ്ലക്സ് ആണ്. ട്രിപ്ലക്സിന് എത്ര പാരലൽ പാത്ത് ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പം നമുക്കറിയാം ഈ N+ വൈൻഡിങ് ആണെങ്കിൽ N+ എന്ന് വെച്ചാൽ അത് ഡ്യൂപ്ലക്സ് ആണെങ്കിൽ 2 ആയിരിക്കും, ട്രിപ്ലക്സ് ആണെങ്കിൽ 3 ആയിരിക്കും. അപ്പം N+ ആണെങ്കിൽ NP ആണ് പാരലൽ പാത്ത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ട്രിപ്ലക്സ് ആണെങ്കിൽ എന്തായിരിക്കും? 3 times N ആയിരിക്കും. 3 N ആയിരിക്കും. അപ്പം അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇപ്പം ട്രിപ്ലക്സ് വേവ് വൈൻഡിങ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഉത്തരം എന്തായിരിക്കും എന്ന് ഓർത്തേക്ക്. ട്രിപ്ലക്സ് വേവ് വൈൻഡിങ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഉത്തരം? 8ാമത്തെ ചോദ്യം ട്രിപ്ലക്സ്, അതായത് 2 times N ആണ്, അതായത് N3 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ വിഷയം വെച്ചാൽ ഈ നമ്പർ ഓഫ് പോള് ഇവിടെ പറഞ്ഞിട്ടില്ല. സോ നമ്പർ ഓഫ് പോള് നമ്മൾ ലീസ്റ്റ് എടുത്താൽ മതി. കാരണം ഇവിടെ നിങ്ങളുടെ ചോദ്യത്തിൽ നോക്കിയാൽ അറിയാം 6, 2, 4 ആണ്. സോ ഞാനിപ്പം ഈ കേസിൽ P = 2 എടുത്തു കഴിഞ്ഞാൽ NP = N എത്രയായിരിക്കും? 3 അല്ലേ? 3 × 2 = 6 ആയിരിക്കും. ഉത്തരം 6 ആയിരിക്കും. ഓക്കെ, അത് ഓക്കെ, 6 ആണ്. ട്രിപ്ലക്സ് വേവ് വൈൻഡിങ് will have dash parallel path വെച്ചാൽ 6 പാരലൽ പാത്ത് ആണ് നോർമലി. ഏറ്റവും ലീസ്റ്റ് പാരലൽ പാത്ത് 6 ആയിരിക്കും. അടുത്ത 6 പോൾ ലാപ്പ് ബൗണ്ട് ജനറേറ്റർ has 300 conductors. The EMF induced per conductor being 5 volt. അതായത് ഒരു 6 പോൾ ലാപ്പ് ബൗണ്ട് ജനറേറ്റർ ഉണ്ട്, 6 പോള് ലാപ്പ് ബൗണ്ട് ജനറേറ്റർ ആണ്. അപ്പൊ ലാപ്പ് ബൗണ്ട് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ എഴുതാം. ലാപ്പ് ബൗണ്ട് ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം A = നമ്പർ ഓഫ് പാരലൽ പാത്ത് = നമ്പർ ഓഫ് പോൾസ് ആണ്. അപ്പൊ ഇവിടെ = 6 ആണ്. അപ്പൊ 6 പോൾ ലാപ്പ് ബൗണ്ട് ജനറേറ്റർ ആണ്.
സിക്സ് പോൾ ആണ് നമ്മുടെ ലാബ് ബൗണ്ട് ആണ്. അപ്പൊ A ഈക്വൽ ടു 6 ആണ്. പിന്നെ ഹാസ് 300 കണ്ടക്ടേഴ്സ്. അപ്പൊ Z ഈക്വൽ ടു 300 ആണ്. ഇൻഡ്യൂസ്ഡ് പെർ കണ്ടക്ടർ, EMF ഇൻഡ്യൂസ്ഡ് പെർ കണ്ടക്ടർ, E എന്ന് പറയുന്നത് എന്തുണ്ട്, പെർ കണ്ടക്ടർ 5 വോൾട്ട് ആണ്. അങ്ങനെ ജനറേറ്റർ വോൾട്ടേജ് EG എത്ര എന്നാണ് ചോദിച്ചത്. ജനറേറ്റർ വോൾട്ടേജ് എത്ര ആണ്? അപ്പോൾ ഒരു കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് EMF ഇൻഡ്യൂസ്ഡ് പെർ കണ്ടക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 5 വോൾട്ട് ആണ്. അങ്ങനെ ജനറേറ്റർ വോൾട്ടേജ് ഓഫ് ദി ജനറേറ്റർ, എത്രമാത്രം വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് നോക്കിയും. ഇവിടെ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് പാരലൽ പാത്ത് 6 ആണ് അല്ലേ? നമ്പർ ഓഫ് പാരലൽ പാത്ത് 6 ആണ്. നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എത്രയാണ്? 300 ആണ്. അപ്പൊ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ പാരലൽ പാത്ത് എന്തായിരിക്കും? നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ പാരലൽ പാത്ത്, നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ പാരലൽ പാത്ത്, ഒരു പാരലൽ പാത്തിലെ കണ്ടക്ടർ എന്തായിരിക്കും? ഈക്വൽ ടു മൊത്തം 300 കണ്ടക്ടർ ഉണ്ട് ഡിവൈഡ് ബൈ 6 ഈക്വൽ ടു 50 ആയിരിക്കും അല്ലേ? അപ്പൊ 50 ആണ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ പാരലൽ പാത്ത്. ഒരു പാരലൽ പാത്തിലെ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 50 കിട്ടും. അപ്പം നമുക്ക് ജനറേറ്റ് ചെയ്ത വോൾട്ടേജ് കണ്ടെത്തേണ്ടത്. ഇവിടെ പറയുന്നുണ്ട് EMF ഇൻഡ്യൂസ്ഡ് പെർ കണ്ടക്ടർ. അപ്പൊ ഒരു കണ്ടക്ടറിൽ എത്രയാണ്? 5 വോൾട്ട് ആണ്. അപ്പൊ മൊത്തം എത്ര കണ്ടക്ടർ ഉണ്ട്? 300 കണ്ടക്ടർ ഉണ്ട്. അല്ലെങ്കിൽ നമ്പർ ഓഫ് കണ്ടക്ടർ പെർ പാരലൽ പാത്ത് 50 ആണ് അല്ലേ? അപ്പൊ 50 ആണ് ഒരു പാരലൽ പാത്തിലെ കണ്ടക്ടർ. അപ്പം ഒരു കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന 5 ആണെങ്കിൽ ജനറേറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത്, ഒരു പാരലൽ പാത്തിൽ ഉണ്ടാവുന്ന ജനറേറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 50 നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ പാരലൽ പാത്ത് ഇൻറ്റു 5 EMF ഇൻഡ്യൂസ്ഡ് പെർ കണ്ടക്ടർ. അപ്പൊ എന്ത് കിട്ടും? 250 വോൾട്ട്. ആൻസർ 250 വോൾട്ട്. 4 ആണ് ഉത്തരം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ അത് 6 പോൾ ലാബ് ബൗണ്ട് ജനറേറ്റർ ഹാസ് 300 കണ്ടക്ടേഴ്സ് ആണ്. ദ EMF ഇൻഡ്യൂസ് പെർ കണ്ടക്ടർ, ഒരു കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF 5 വോൾട്ട് ആണ്. അങ്ങനെയാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ് ആണ് കണ്ടെത്താൻ ചോദിച്ചിരുന്നത്. അപ്പം ലാബ് ബൗണ്ട് ആയതുകൊണ്ട് നമുക്കറിയാം A ഈക്വൽ ടു നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആണ്. സോ കണ്ടക്ടേഴ്സ് 300 ആണെങ്കിൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ പാരലൽ പാത്ത് എന്ന് പറയുന്നത് 300/6 ആണ്. അപ്പൊ 50 കിട്ടും. അപ്പം അതേ ഇൻറ്റു ഒരു കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അത് എത്ര? 5 വോൾട്ട്. അപ്പൊ 50 × 5 ആകുമ്പോൾ 250 വോൾട്ട്. ആൻസർ 4 ആണ് ഉത്തരം. അടുത്ത, the armature of a DC machine having 10 poles is rotating at a speed of 10 revolution per second. ഇത് ആർമേച്ചർ, DC മെഷീൻ ആർമേച്ചർ ആണ്. 10 പോൾ ഉണ്ട്, അത് റൊട്ടേറ്റ് ചെയ്യുന്നത് 10 റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആണ്. ദ നമ്പർ ഓഫ് ഹിസ്റ്ററിസിസ് ലൂപ്പും ഫോംഡ് പെർ സെക്കൻഡ്. ഇത് നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പം എത്രമാത്രം ഹിസ്റ്ററിസിസ് ലൂപ്സ് ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പൊ ഓർത്തിരിക്കുക, ഒരു ഹിസ്റ്ററിസിസ് ലൂപ്പ് ഉണ്ടാവണമെങ്കിൽ ആർമേച്ചർ ഒരു ജോഡി പോളിനെ, ഒരു പെയർ പോളിനെ കടന്നു പോകണം. അതായത് ഒരു ജോഡി പോള് കടന്നു പോയാൽ മാത്രമേ ഒരു ലൂപ്പ് ഉണ്ടാവത്തുള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക. മനസ്സിലായല്ലോ? അതായത് ഇങ്ങനെ ലൂപ്പ് ഉണ്ടാവണം. നമുക്കറിയാം ഹിസ്റ്ററിസിസ് കർവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നത്, ഇതാണ് ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്ന് പറയുന്നത്. ഈ ലൂപ്പ് ഉണ്ടാവണമെങ്കിൽ ഒരു ജോഡി പോളിനെ കടന്നു പോകണം. അപ്പൊ മൊത്തം എത്ര ഉണ്ട്? 10 പോളുണ്ട്. 10 പോളാകുമ്പോൾ എത്ര പേരായി? 5 പേരായി അല്ലേ? 5 പേരാണ് 10 പോൾ എന്ന് പറയുന്നത്. ഇനി അപ്പം ഈസ് റൊട്ടേറ്റിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 10 റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. അതായത് റൊട്ടേറ്റിംഗ് എത്ര സ്പീഡിലാ? 10 ആണ്. അപ്പം ഈ 5 ഗുണം 10 അപ്പൊ എത്രട്ടും? 50 ലൂപ്പുകളാണ് ഒരു സെക്കൻഡ് ഉണ്ടാകുന്നത്. പെർ സെക്കൻഡ്, ലൂപ്പ് പെർ സെക്കൻഡ്. ഇതാണ് ഉത്തരം. 50 ലൂപ്പ് പെർ സെക്കൻഡ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം നിങ്ങൾ? 10 പോൾസ്. അപ്പൊ ഒരു പേര് പോൾ ആകുമ്പോഴാണ് ഒരു ലൂപ്പ് വരുന്നത്. അങ്ങനെ 10 റെവല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പെർ സെക്കൻഡ് 10 റെവല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സെക്കൻഡില് 50 ലൂപ്പ് ഉണ്ടാവും. ആൻസർ 4 ആണ്. 11. ദ ഗ്രേറ്റസ്റ്റ് പെർസെന്റേജ് ഹീറ്റ് ലോസ് ഇൻ എ DC മെഷീൻ ഈസ് ഡ്യൂ ടു. ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഹീറ്റ് ഉണ്ടാവുന്നത് ഏത് ലോസ് കൊണ്ടാണ്? ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാവുന്നത്? സിമ്പിൾ ഉത്തരമാണ്. നമുക്കറിയാം കോപ്പർ ലോസ് ആണ്. ഏറ്റവും കൂടുതൽ ഹീറ്റ് ലോസ് ഉണ്ടാകുന്നത് കോപ്പർ ലോസ് ഉണ്ട്. കോപ്പർ ലോസ് ആണ് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാവാനുള്ള കാരണം. ആൻസർ 3 ആണ്. അതൊക്കെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 12. എ ഷണ്ട് ജനറേറ്റർ ഡെലിവേഴ്സ് 195 ആംപിയർ അറ്റ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 250 വോൾട്ട്. അപ്പൊ ഡെലിവറി ചെയ്യുന്ന കറണ്ട് 195 ആംപിയർ, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതായത് വോൾട്ടേജ്, ടെർമിനൽ വോൾട്ടേജ് V 250 വോൾട്ട്.
ആർമേച്ചർ റെസിസ്റ്റൻസും ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസും 0.02 50 ഓം ആണ്. വാട്ട് ഇസ് വാല്യൂ ഓഫ് ജനറേറ്റ് EMF? ഈ ജനറേറ്റ് EMF യുടെ വാല്യൂ കണ്ടെത്താൻ പറഞ്ഞേക്കാണ്. ഇത് തന്നെ കണ്ടെത്തും. സിമ്പിൾ ഇക്വേഷൻ ആണ്. ഏത് ഇക്വേഷൻ ഉപയോഗിക്കും നിങ്ങൾ ജനറേറ്റ് EMF കണ്ടെത്താൻ വേണ്ടി? അപ്പൊ അതിനു മുമ്പേ നിങ്ങൾ അതിനകത്ത് IA കണ്ടെത്തണം. IA കണ്ടെത്തണമെങ്കിൽ IA ഈക്വൽ ടു ISH പ്ലസ് IL ആയിരിക്കും. ഏത് ജനറേറ്റർ? ഷണ്ട് ആണ് അല്ലേ? അപ്പം ഇവിടെ ഓർക്കുക, ഈ കേസിൽ ഓർക്കുക IA ആർമേച്ചർ കറണ്ട് വേണം. IA എന്ന് പറയുന്നത് IL പ്ലസ് ISH ആണ്. ലോഡ് കറണ്ട് പ്ലസ് ഷണ്ട് ഫീൽഡ് കറണ്ട് ആണ്. അപ്പൊ ISH കണ്ടെത്താൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട. ടെർമിനൽ വോൾട്ടേജ് എത്ര? 250 ഡിവൈഡ് ബൈ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് എത്ര? 50. അപ്പൊ എത്ര ഇട്ടത്? 250/50 5 ആംപിയർ. IL തന്നിട്ടുണ്ട് എത്ര? 195. അപ്പൊ IA എന്ത് കിട്ടും? IA ഈക്വൽ ടു 195 പ്ലസ് 5 200 ആംപിയർ ആണ് നമ്മുടെ IA എന്ന് പറയുന്നത്. 200 ആംപിയർ ആണ് നമ്മുടെ IA. E എന്ന് പറയുന്ന ഇക്വേഷൻ എന്താ? E ഈക്വൽ ടു ജനറേറ്ററിന്റെ കേസ് ആണ്. അപ്പൊ E ഈക്വൽ ടു V പ്ലസ് IARA. അപ്പൊ V എത്ര? 250 വോൾട്ട് ആണ്. പ്ലസ് IA എത്ര? 200 ആണ്. ഇൻറ്റു RA എത്ര? 0.02. അപ്പൊ കേട്ടോ 40 മൊത്തം 202 ആണ്. ഇത് 4 കിട്ടും. അപ്പൊ 254 വോൾട്ട്. ഉത്തരം 3 ആണ്. ഓക്കെ, 12 ഉത്തരം 3 ആണ്. 12 ഉത്തരം 3 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. 12 ഉത്തരം 3 ആണ്. ഇനി അടുത്ത 13 നോക്കാം. 13 നോക്കാം. ഇൻ ദ എബോവ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കോപ്പർ ലോസ്? മുമ്പത്തെ ക്വസ്റ്റ്യൻ എന്താണ് കോപ്പർ ലോസിന്റെ ഇക്വേഷൻ? എന്തായിരിക്കും കോപ്പർ ലോസ് ഇക്വേഷൻ? IA² RA. സിമ്പിൾ ഇക്വേഷൻ IA² RA. IA നമുക്കറിയാം 200² ഇൻറ്റു RA. RA എത്ര? 0.02. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും 2050 വാട്ട് കിട്ടും. ബി ആണ് ഉത്തരം. ഓക്കെ. If WC അടുത്ത 14, if WC is the constant loss, RA is the armature resistance of a DC generator, then load current IL correspond to maximum efficiency. Maximum efficiency condition നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ. എന്താണ് maximum efficiency condition? Maximum efficiency condition സമയത്ത് ലോഡ് കറണ്ട് എന്തായിരിക്കുമെന്നാണ് ചോദ്യം. എന്തായിരിക്കും ചോദ്യം? ആൻസർ ലോഡ് കറണ്ട് ഇക്വേഷൻ ഇതായിരിക്കും അല്ലേ? കോൺസ്റ്റന്റ് ലോസ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് കോൺസ്റ്റന്റ് ലോസ് ഡിവൈഡ് ബൈ RA. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. നിങ്ങളുടെ PDF കിടപ്പുണ്ട്. അപ്പൊ ലോഡ് കറണ്ട് അണ്ടർ മാക്സിമം പവർ കണ്ടീഷൻ, മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ ഈസ് IL ഈക്വൽ ടു റൂട്ട് ഓഫ് WC. WC എന്താണ്? കോൺസ്റ്റന്റ് ലോസ് ഡിവൈഡ് ബൈ RA, ആർമേച്ചർ റെസിസ്റ്റൻസ്. സിമ്പിൾ, വളരെ സിമ്പിൾ ആണ്. അടുത്ത റൊട്ടേഷൻ ലോസ് കൺസിസ്റ്റ് ഓഫ്. ഇത് എളുപ്പമാണ്. എന്തൊക്കെയാണ് റൊട്ടേഷൻ ലോസ് വരുന്നത്? അതായത് ഒരു മോട്ടർ കിടന്ന് കറങ്ങുമ്പോഴത്തേക്ക് എന്തൊക്കെ ലോസ് ആണ് റൊട്ടേഷൻ ലോസ് ആയിട്ട് വരുന്നത്? എന്തൊക്കെ ലോസ് ആണ് വരുന്നത്? അതായത് തന്നെ എന്താണ്? മാഗ്നറ്റിക് ആൻഡ് മെക്കാനിക്കൽ ലോസ്. A ആണ് മാഗ്നറ്റിക് ആൻഡ് മെക്കാനിക്കൽ ലോസ്. അടുത്ത 30 kW 300 volt DC shunt generator has armature and field resistance തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ജനറേറ്റ് EMF? സെയിം പ്രിൻസിപ്പിൾ ആണ്. ഇവിടെ 30 kW ആണ്. അപ്പൊ 30 kW ന്ന് പവർ ആണ് നിൽക്കുന്നത്. അപ്പം ഈ 30 kW എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു VL ഇൻറ്റു IL ആണ് അല്ലെ? VL ഇൻറ്റു IL ആണ്. ഇതിൽ നിന്ന് IL കണ്ടെത്തണം. അപ്പൊ IL ഈക്വൽ ടു 30 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ V എത്ര? 300. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം കിട്ടും. IL എത്ര കിട്ടും? IL കണ്ടെത്തുക. IL കണ്ടെത്തിയതിനു ശേഷം IL എത്ര കിട്ടും നമുക്ക്? IL എന്ന് പറയുന്നത് 100 ആംപിയർ കിട്ടും. ആ IL നിന്ന് നിങ്ങൾ ISH കണ്ടെത്തുക. പഴയ കണക്ക് തന്നെ. IL 100 ആംപിയർ കിട്ടും. IL ഈക്വൽ ടു 100 ആംപിയർ കിട്ടും, 100 ആംപിയർ. പിന്നെ ISH കണ്ടെത്തുക. ISH എന്തായിരിക്കും? V ബൈ RSH ആണ്. V എത്ര? 300 വോൾട്ട് ഡിവൈഡ് ബൈ RSH എത്ര? ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് 100 ഇസ് ഈക്വൽ ടു 3 ആംപിയർ. സോ IA എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ട് IA ഈക്വൽ ടു IL പ്ലസ് ISH ആണ്. ദാറ്റ് ഈസ് IA എന്ന് പറയുന്നത് 103 ആംപിയർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ജനറേറ്റ് EMF എന്ന് പറയുന്നത് E ഈക്വൽ ടു V പ്ലസ് IARA. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. V എന്ന് പറയുന്നത് 300 വോൾട്ട്, IA എന്ന് പറയുന്നത് 103, RA എന്ന് പറയുന്നത് എത്രയാണ്? 0.05. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 305.15 വോൾട്ട് കിട്ടും. ദാറ്റ് ഈസ് 3 ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ഈ എബോവ് ക്വസ്റ്റ്യനിൽ വാട്ട് ഇസ് ദ ടോട്ടൽ പവർ ഡെവലപ്പ് എന്ന ജനറേറ്റർ ഡെലിവേഴ്സ് ഫുൾ ഔട്ട്പുട്ട് പവർ. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ എബോവ് ക്വസ്റ്റ്യനകത്ത് എന്ത് വേണ്ടി ടോട്ടൽ പവർ ഡെവലപ്പ് ചെയ്യും? ജനറേറ്റർ ഫുൾ ഔട്ട്പുട്ട് പവർ ഡെലിവർ ചെയ്യണമെങ്കിൽ എത്രമാത്രം പവർ ഡെവലപ്പ് ചെയ്യണം? അപ്പൊ ഈ മോളിൽ പറഞ്ഞ ക്വസ്റ്റ്യനകത്ത് വാട്ട് ഈസ് ദ ടോട്ടൽ പവർ ഡെവലപ്പ് when the generator delivers full ജനറേറ്റർ ഫുൾ ഔട്ട്പുട്ട് പവർ ഡെലിവർ ചെയ്യണം ഇല്ലേ?
അങ്ങനെയാണെങ്കിൽ എത്രമാത്രം പവർ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ പവർ ഡെവലപ്മെന്റ് ഇക്വേഷൻ എന്താ? പവർ ഡെവലപ്മെന്റ് ഇക്വേഷൻ എന്താണ്? EG ഇൻറ്റു IA ആണ്. നമ്മുടെ പവർ ആർമേച്ചർ ഡെവലപ്പ് ചെയ്ത പവറിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? EG ഇൻറ്റു IA. ഇതാണ് EG നമുക്കറിയാം എത്ര? 305.15 ഇൻറ്റു IA എത്ര? IA നമുക്ക് കിട്ടിയത് 103. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് 31.43 കിലോ വാട്ട് കിട്ടും. ആൻസർ 4 ആണ്. ഓക്കെ, അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കാം. 18. ഈ ഫിഗറിനകത്ത് ഇലക്ട്രിക്കൽ എഫിഷ്യൻസി കണ്ടെത്താൻ പറഞ്ഞേക്കാണ്. ഇലക്ട്രിക്കൽ എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ പവർ ജനറേറ്റ് ആണ് അല്ലേ? അപ്പം ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. അപ്പം ഈ ഇവിടെ ഇലക്ട്രിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ലോഡിലെ പവർ ആണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ലോഡ് പവർ ഇൻ ലോഡ് ആണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ജനറേറ്റഡ് പവർ ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലെ? അപ്പം അതായത് ലോഡ് ലെൻഡ് ഇവിടെ വരുന്ന പവർ ആണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് അല്ലെ? അപ്പൊ ലോഡിൽ വരുന്ന പവർ എന്തായിരിക്കും? ടെർമിനൽ വോൾട്ടേജ് V ഇൻറ്റു IL ആയിരിക്കും. ബൈ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പവർ എന്തായിരിക്കും? EG ഇൻറ്റു IA ആയിരിക്കും. സോ ആൻസർ വിൽ ബി V ഇൻറ്റു IL ബൈ EG ഇൻറ്റു IA. സോ ആൻസർ വിൽ ബി 2. ഇതാണ് ഉത്തരം. സിമ്പിൾ. ദ എഫിഷ്യൻസി ഓഫ് എ DC ജനറേറ്റർ മീൻസ്, ഒരു DC ജനറേറ്ററിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും? അപ്പൊ എഫിഷ്യൻസി ഓഫ് ദ DC ജനറേറ്റർ എന്ന് പറയുന്നത് അതിന്റെ ഓവറോൾ എഫിഷ്യൻസി ആണ്. എഫിഷ്യൻസി ഓഫ് DC എന്ന് വെച്ചാൽ അതിന്റെ ഇലക്ട്രിക്കൽ എഫിഷ്യൻസി അല്ല, മെക്കാനിക്കൽ എഫിഷ്യൻസി അല്ല, അതിന്റെ ഓവറോൾ എഫിഷ്യൻസി ആണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. DC ജനറേറ്റർ എഫിഷ്യൻസി എന്ന് പറയുന്നത് അതിന്റെ ഓവറോൾ എഫിഷ്യൻസി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ എഫിഷ്യൻസി എന്ന് പറയും. അപ്പൊ ഓവറോൾ എഫിഷ്യൻസി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ എഫിഷ്യൻസി രണ്ടും ഓപ്ഷൻ വന്നാൽ ഓവറോൾ എഫിഷ്യൻസി ഓർ കൊമേഴ്ഷ്യൽ എഫിഷ്യൻസി ആണ് ഉത്തരം. അപ്പൊ എഫിഷ്യൻസി ഓഫ് എ DC ജനറേറ്റർ മീൻസ് ഓവറോൾ എഫിഷ്യൻസി. അടുത്ത, എ 4-pole ലാബ് ബൗണ്ട് DC ജനറേറ്റർ ഹാസ് ആൻ ആർമേച്ചർ വൈൻഡിങ് കൺസിസ്റ്റിംഗ് ഓഫ് 220 ടേൺസ്. ഇപ്പൊ ലാബ് ബൗണ്ട് ആയതുകൊണ്ട് A ഈക്വൽ ടു പാരലൽ പാത്ത് A ഈക്വൽ ടു P ഈക്വൽ ടു 4 ആണ്. ഷണ്ട് ജൻ ഹാസ് കൺസിസ്റ്റഡ് ടേൺസ് 220 ടേൺസ് ഉണ്ട്. T എന്ന് പറയുന്നത് 220 ആണ്. ഓരോന്നിനെ റെസിസ്റ്റൻസ്, അതായത് ആർമേച്ചർ റെസിസ്റ്റൻസ് ആവശ്യം R എന്ന് പറയുന്നത് 0.004 ആണ്. ആർമേച്ചർ റെസിസ്റ്റൻസ് അല്ല, ഓരോ വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് ആണ്. ഓരോ ടേണിന്റെയും റെസിസ്റ്റൻസ്, ഈച്ച് ടേൺ ഓരോ ടേണിന്റെ റെസിസ്റ്റൻസ് ആണ് 0.04. അങ്ങനെയാണ് ഈ ആർമേച്ചർ റെസിസ്റ്റൻസ് കണ്ടെത്താൻ പറഞ്ഞേക്കാണ്. എങ്ങനെ കണ്ടെത്തും? അപ്പൊ ഇവിടെ ഓർക്കുക, മൊത്തവും 220 ടേണുകളാണ് ഉള്ളത് അല്ലെ? ഓരോ ടേണിനും 0.04. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് ആയമ കണ്ടെത്തുക. ടോട്ടൽ R എങ്ങനെ കണ്ടെത്തും? 220 ഇൻറ്റു 0.004. ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് ആയി കണ്ടെത്തുക. അപ്പൊ ഒരു ടേണിന്റെ റെസിസ്റ്റൻസ് 0.04 ആയതുകൊണ്ട് ഇനി 220 ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. അതായത് അതിന്റെ 0.88 എന്ന് കിട്ടും. ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ്. അതായത് 220 ടേണിന്റെയും കൂടെ റെസിസ്റ്റൻസ് ആണ് എന്ത്? ഈ പറയുന്ന 0.88 എന്ന് പറയുന്നത്. ഓക്കെ, 0.88 എന്ന് പറയുന്നത്. ഇനി എത്ര പാരലൽ പാത്ത് ഉണ്ട്? 4 പാരലൽ പാത്ത് ഉണ്ട് അല്ലേ? അപ്പൊ ഓരോ പാരലൽ പാത്തിന് റെസിസ്റ്റൻസ്, അപ്പൊ മൊത്തം എത്ര പാരലൽ പാത്ത് ഉണ്ട്? 4 പാരലൽ പാത്ത് ഉണ്ട് അല്ലേ? A ഈക്വൽ ടു 4 ആണ്. അപ്പം റെസിസ്റ്റൻസ് ഓഫ് ഈച്ച് പാരലൽ പാത്ത്, റെസിസ്റ്റൻസ് R ഓഫ് ഈച്ച് പാരലൽ പാത്ത്, ഓരോ പാരലൽ പാത്തിന്റെയും റെസിസ്റ്റൻസ് എന്തിട്ടും 0.88 ആണ് ടോട്ടൽ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ 4, ദാറ്റ് ഈസ് 0.22 ഓം. ഇതാണ് ഓരോ പാരലൽ പാത്തിന്റെയും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓരോ പാരലൽ പാത്തിന്റെ റെസിസ്റ്റൻസ് ആണ് 0.22 ഓം എന്ന് പറയുന്നത്. ഇനി ആർമേച്ചർ റെസിസ്റ്റൻസ് കണ്ടെത്തുക. ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം 4 റെസിസ്റ്റൻസ് ആണ്. പാരലൽ പാത്ത് 4 ആയതുകൊണ്ട് 0.22 ആണ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ 0.22, അതായത് ഈ കിട്ടിയ റെസിസ്റ്റൻസ്, അതായത് 0.22 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എങ്ങനെയാണ്? 4 റെസിസ്റ്റൻസ് ആണ് ഓരോ പാരലൽ പാത്തിലുള്ളത്. ഓർത്തിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇച്ചിരി മനസ്സിലാക്കാൻ വിഷമമുണ്ടാവും. എന്നാലും ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പൊ നമുക്ക് കിട്ടിയ സാധനം ഇങ്ങനെ ഇരിക്കും. ഇതൊരു പാരലൽ പാത്ത്, ഇതൊരു പാരലൽ പാത്ത്, ഇതൊരു പാരലൽ പാത്ത്, ഇതൊരു പാരലൽ പാത്ത്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും റെസിസ്റ്റൻസ് ആണ് 0.22. അപ്പൊ ഇത് 0.22, ഇത് 0.22, ഇത് 0.22, ഇത് 0.22.
അപ്പൊ ഇഫക്റ്റീവ് ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന്റെ നെറ്റ് ഇഫക്റ്റ് ആണ് ആർമേച്ചർ റെസിസ്റ്റൻസ് പറഞ്ഞത്. അപ്പൊ ഇത് 4 പാരലല്ലേ, പാരലാകുമ്പോൾ എല്ലാം ഈക്വൽ ആണ്, പാരലും ആയതുകൊണ്ട് RA എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ എന്ത് ചെയ്യാൻ പറ്റും, 0.22 ഡിവൈഡ് ബൈ 4 എന്ന് കൊടുക്കാം. അപ്പൊ ആൻസർ എടുത്താൽ 0.055 എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് പോകും. അത് ആ കൺസെപ്റ്റ് ആണ്. ആദ്യമേ നമ്പർ ഓരോ പാരലൽ പാത്തിലും റെസിസ്റ്റൻസ് കണ്ടെത്തി അതിന്റെ ഇക്വലന്റ് ആയിരിക്കും എന്ത്, ആർമേച്ചർ റെസിസ്റ്റൻസിന്റെ ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം 0.055 ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം. മനസ്സിലാവുന്നുണ്ടോ? 4 പാരലൽ പാത്ത് ഉണ്ട്, നമ്പർ ഓഫ് ടേൺസ് 220 ആണ്, ഓരോ ടേണിന്റെ റെസിസ്റ്റൻസ് 0.004 ആണ്, ബട്ട് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടെത്തി 0.88. ഈ ഇത്രയും ടേണുകൾ 4 പാരലൽ പാത്തിലാണ് പോകുന്നത്. സോ ഓരോ പാരലൽ പാത്ത് റെസിസ്റ്റൻസ് 0.22 ആണ്. ഇങ്ങനെ 4 പാരലൽ പാത്ത് ഉണ്ട്, 0.22, 0.22, 0.22, 0.22. ഇത് 4 പാരലാണ്. സോ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിരിക്കും ആർമേച്ചർ റെസിസ്റ്റൻസ്, അതായത് 0.055 ആയിരിക്കും ഉത്തരം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മള് വളരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പം ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആർമേച്ചർ റിയാക്ഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, എന്താ ക്വസ്റ്റ്യൻ എന്താ, ഇൻ എ DC generator ആർമേച്ചർ റിയാക്ഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. DC ജനറേറ്ററിനകത്ത് ആർമേച്ചർ റിയാക്ഷൻ പ്രൊഡ്യൂസ് എന്താണ്, ഫീൽഡ് കറണ്ട്, ആർമേച്ചർ കറണ്ട്, ബോത്ത് ഫീൽഡ് കറണ്ട് ആൻഡ് ആർമേച്ചർ കറണ്ട്. ഇത് ഞാൻ ചെയ്യിപ്പിച്ചാന്ന് തോന്നില്ലേ, ഇത് ഞാൻ ചെയ്യിപ്പിച്ചതാണ്. ഇത് ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അപ്പൊ DC ജനറേറ്ററിനകത്ത് ആർമേച്ചർ റിയാക്ഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ, എന്താണ് ഉത്തരം? ഒന്നിന്റെ ഉത്തരം ആർമേച്ചർ റിയാക്ഷൻ കാരണം ഈ ആർമേച്ചർ റിയാക്ഷൻ എന്താണ്, വീക്കനിങ് ഓഫ് മെയിൻ ഫീൽഡ് ഫ്ലക്സ് ബൈ ആർമേച്ചർ ഫ്ലക്സ് അല്ലേ. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 3 ആണെന്ന് പറഞ്ഞു തോന്നില്ലേ, ബോത്ത് ഫീൽഡ് ആൻഡ് ആർമേച്ചർ കറണ്ട്. പക്ഷെ അതിനകത്ത് ഡൗട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഉത്തരം ഇതിന്റെ B ആണ്. കാരണം ഞാൻ പറഞ്ഞുതരാം, ആർമേച്ചർ റിയാക്ഷന്റെ ഡെഫിനേഷൻ വെച്ചാല് ദ പ്രോസസ് ഓഫ് വീക്കനിങ് ഓഫ് മെയിൻ ഫീൽഡ് ഫ്ലക്സ് ബൈ ആർമേച്ചർ ഫീൽഡ് ഫ്ലക്സ് അല്ലേ. അപ്പൊ ആർമേച്ചർ ഫീൽഡ് ഫ്ലക്സ് ആണ് മെയിൻ ഫീൽഡ് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നത്. മെയിൻ ഫീൽഡ് ഫ്ലക്സ് ഒന്നും ചെയ്യുന്നില്ല, മെയിൻ ഫീൽഡ് ഫ്ലക്സ് ഫിക്സ് ആണ്. അപ്പൊ ആർമേച്ചർ ഫീൽഡ് ഫ്ലക്സ് ആണ് ഒപ്പോസ് ചെയ്യുന്നത്. സോ ആർമേച്ചർ കറണ്ട് ആണ് ആർമേച്ചർ റിയാക്ഷന് കാരണമാകുന്നത്, ഓർത്തിരിക്കുക. അത് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് പറഞ്ഞ സംശയമുണ്ട്, അത് പെട്ടെന്ന് ഞാൻ സ്ട്രൈക്ക് ചെയ്ത്. ഉത്തരം 2 ആണ്. ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ ഡ്യൂ ടു ആർമേച്ചർ റിയാക്ഷൻ കോസസ് ദ MNA ഇൻ എ ജനറേറ്റർ ടു റിമെയിൻ സ്റ്റേഷനറി മൂവ് ഇൻ. ജനറേറ്റർ ആകുമ്പോഴത്തേക്ക് എന്താണ്, മൂവ് ഇൻ ദ ഡയറക്ഷൻ റൊട്ടേഷൻ അല്ലേ. ഏത് ഡയറക്ഷനിലാണോ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഡയറക്ഷൻ തന്നെ കറങ്ങാൻ നോക്കും, അതാണ് ഉത്തരം. അടുത്ത, ഇൻ എ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ലോഡ് DC ജനറേറ്റർ ബ്രഷസ് ആവറേജ് ക്ലോക്ക് വൈസ് ആയിട്ട്. ഇത് ഇന്നലെ കാണിച്ചില്ല ഇതൊക്കെ. ആൻസർ ഇത് ക്ലോക്ക് വൈസ് ആണ്. ഏത് ഡയറക്ഷനിലാണോ ജനറേറ്റർ കറങ്ങുന്നത് അതേ ഡയറക്ഷനിലാണ് ബ്രഷ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. സോ 3A ആണ്. ആർമേച്ചർ റിയാക്ഷൻ ഇസ് ഇൻക്രീസ്ഡ് വെൻ. എന്താണ് ആർമേച്ചർ റിയാക്ഷൻ ഇൻക്രീസ് വെൻ ആർമേച്ചർ കറണ്ട് ഇൻക്രീസ് അല്ലേ. ആർമേച്ചർ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആർമേച്ചർ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. 3 കറക്റ്റ് ആണ്. DC generator brushes are shifted from GNA in the direction rotation to ഈ റൊട്ടേഷനിലെ ഡയറക്ഷനിലോട്ട് കൊണ്ടുപോകാനുള്ള കാരണം എന്താണ് കാര്യം, റെഡ്യൂസ് സ്പാർക്കിംഗ്. ഇതൊക്കെ ഞാൻ ഇന്നലെ ചെയ്യിപ്പിച്ചതാണ്. എനിക്ക് തോന്നുന്നു ടിക്ക് വീണില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത് നോക്കാം. ഇന്റർപോൾസ് ആർ യൂസ്ഡ് ഇൻ DC generator to limit. ഇന്റർപോൾസ് എന്താ ഉപയോഗിക്കുന്നത്, DC generator റെഡ്യൂസ് സ്പാർക്കിംഗ് ആയ ബ്രഷസ്, അതും സ്പാർക്കിംഗ് ആണ് ഉത്തരം. ഇന്റർപോൾസ് ഉപയോഗിക്കുന്നത്. When a DC generator carries no armature current, MNA coincides with GNA. Due to armature reaction in DC generator, the flux under leading pole tip. ഇത് ഞാൻ ഇന്നലെ കാണിച്ചു. ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. ടിക്ക് വേണില്ല എന്ന് തോന്നുന്നു. എന്ത് പറ്റും, ലീഡിംഗ് പോൾ ടിപ്പ് ജനറേറ്ററിലാണെങ്കിൽ ഡിക്രീസ് ചെയ്യും, മോട്ടറിലാണെങ്കിൽ ഇൻക്രീസ് ചെയ്യും. ഇന്നലെ പറഞ്ഞാണ്.